ദൈവത്തിന് ഇടം കൊടുത്ത പോലെയാണ്. ഒരാളെ കയറ്റി വിട്ടപ്പം അതിന്റെ പുറകെ അമ്മ ചെയ്യും എല്ലാവരും ദീപുനെ കാണാനില്ല, അവൻ പോയി. റൂം കൊടുക്കാൻ ഗായ്സ്. അപ്പോൾ നമ്മളിപ്പം പൂജപ്പുര ജഗതിയിൽ അവിടെയാണ്. ഇവിടെ നിന്ന് എനിക്ക് ഏതോ ഒരു സ്കൂളിൻ്റെ സ്ഥലമാണ് അവൻ പറഞ്ഞത്. അവൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഗായ്സ് ഇന്നത്തെ ട്രിപ്പിൽ ജിത്തു ഉണ്ട് കൂടെ. ജിത്തു പുതിയൊരു സംരംഭത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അതിനെപ്പറ്റി ഞാൻ വിവരിക്കാം. അത് ജിത്തു ഇടയ്ക്ക് ഭയങ്കര വിഷമത്തിലായിപ്പോയി. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ദീപു. ബാക്കിൽ അവൻ്റെ ഏതോ മാമൻ്റെ പടമാണ്. ദീപു അവൻ നോക്കണില്ലല്ലേ ഫോൺ അടിച്ചിട്ട്. അവന് നാണം. ഫോൺ വിളിച്ചിട്ടാണ് ഓടിക്കുന്നത്. ഇവനെ MPDക്ക് പിടിച്ചു കൊടുക്കാം. ഫോണ് ചെവിയിൽ വെച്ചേക്കും. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. നമ്മൾ ആ കൊട്ടാരക്കര എത്താറായിട്ടുണ്ട്. നമ്മളെ പാർട്ടിയെല്ലാം KTDCയിലാണ് പോയി ചായ കുടിക്കണം. നമുക്ക് അവൻ ലോക്കൽ സിറ്റപ്പിലാണ് അവൻ തന്നത്. ജിത്തുവിന് നമ്മൾ പാക്കേജ് കാരനാക്കി, ബാഗൊക്കെ കൊടുത്ത്. ജിത്തു ഫുള്ള് പാക്കേജ് വൈബിലോട്ട് പോയി. അവിടെ നിന്ന് പരിപ്പോട ഉഴുന്നുവടയൊക്കെ കഴിച്ച്. ഞാൻ ഒരു ഉഴുന്നുവട എടുത്തുള്ളൂടെ, എനിക്ക് ഒരെണ്ണം കൂടെ വാങ്ങിച്ചു തരൂടെ? പൈസ കൊടുക്കുമല്ലേ? ജിത്തു നിനക്ക് ഒരു ഉഴുന്നുവട മതിയോ? ഉപ്പില്ലേ? ഉപ്പിട്ട് തരും. മാമ ചോദിച്ചു നോക്കൂ, ഉപ്പിട്ട്. നമ്മളിന്നും പെട്ടു. നമ്മളെ അങ്കമാലികയിന് പാലിക്കര ടോളിലോട്ട് പോണ ബൈപ്പാസിലുള്ള ബ്ലോക്കാണ്. നമ്മളെ കോയമ്പത്തൂർ ബൈപ്പാസിലുള്ള ബ്ലോക്കാണ്. ഏകദേശം ഇപ്പോൾ ഒരു 12:30 ആയി കാണും. നമ്മളൊരു 12 മണിക്കൊക്കെ വന്ന് അങ്കമാലി കഴിഞ്ഞ് റോഡിലോട്ട് കയറിയതാണ്. ഇപ്പോൾ നല്ല കിടിലം ബ്ലോക്കിൽ നമ്മൾ പെട്ടിരിക്കുന്നത്. 2
കിടിലങ്ങളും കിടന്ന് ഉറക്കമാണ്. ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് എണീറ്റാണ്, അല്ലാതെ ഉറക്കമാണ് കേട്ടോ. ഞാൻ മാത്രം ഒറ്റയ്ക്കിരുന്ന് ഡ്രൈവ് ചെയ്യുന്നു. വണ്ടികൾ ഒരുപാടുണ്ട്. പക്ഷെ ഇതുവഴി കയറി പോയാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും ഒരു കട്ടിങ് ഉണ്ടെങ്കിൽ ആ കട്ടിങ്ങിൽ നിന്ന് തിരിഞ്ഞ് ഈ റോഡ് കയറി ഓടിപ്പോയാൽ കുറച്ചും കൂടെ നേരത്തെ ആ വൺവേയിലോട്ട്. അവിടെ സംഭവം റോഡ് സെൻറ്ററിൽ നിന്ന് കുഴിച്ച് അവർ മേൽപ്പാലം എന്തോ പണിയാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ്. അപ്പം അവിടെ ചെന്നിട്ട് ഒരു ബൈ റോഡ് തിരിഞ്ഞ് ഓരോ വണ്ടികളായിട്ടാണ് പോകുന്നത്. അപ്പം അതാണ് ഇത്രയും ബ്ലോക്ക്. അവിടെ നിന്ന് തിരിഞ്ഞ് ഓരോ വണ്ടികളായിട്ട് ആ ഒരു ബൈ റോഡിൽ കൂടെ ഓടി തിരിഞ്ഞ് വീണ്ടും ഇതേപോലെ റോഡിൽ വന്ന് ഇറങ്ങും. അവിടെ നിന്ന് പിന്നെ തിരക്കില്ല, അവിടെ നിന്ന് പിന്നെ സ്മൂത്തായിട്ട് ഓടിപ്പോകും. ആ ഒരു ബൈ റോഡ് വരെ എത്താനുള്ള ബ്ലോക്കാണ് ഈ കിടക്കുന്ന വണ്ടികളെല്ലാം നിൽക്കുന്നത്. ഗായ്സ്, നമ്മളെ രഹാന ഹോളിഡേയ്സിൻ്റെ വണ്ടിയാണ്. അവർ വയനാടാണ്. സംസാരിച്ചു ഓടി വരി, നമ്മളൊക്കെ ഉണ്ട്. ആരെ ബ്ലോക്ക് ചെയ്യുന്നല്ലേ? ആ, മൈസൂർ. ഇപ്പം എന്തായാലും വയനാട് ഫ്രഷപ്പെടാണ്ടി വരും. വയനാട് ഫ്രഷപ്പെട്ട് കയറി പോവേണ്ടി വരും. ഗതികേട് അങ്ങനെ. എനിക്കിത് ചാലക്കുടി എന്നൊക്കെ ആളെടുക്കാം. അങ്ങനെ വയനാട് തന്നെ ഫ്രഷപ്പ് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നമ്മൾ ബ്ലോക്കും കാര്യങ്ങളായതുകൊണ്ട് വയനാട് ചുരമൊക്കെ കയറി മേളിൽ വന്ന് മിന്നൽ പോയ പോക്ക് ചുരമൊക്കെ കയറി മേളിൽ വന്ന് ഇപ്പോൾ ഫ്രഷപ്പിന് വേണ്ടി വണ്ടി നിർത്തി. ഉറങ്ങിയാണ് ചുരത്തിൽ പോലും എണീറ്റില്ല നീ. ഇന്നലെ പറഞ്ഞില്ലേ? ഇന്നലെ പറ്റിയില്ല, അവിടെ ആക്കില്ലേ? അയ്യോ, കുറെ നേരം കഴിഞ്ഞപ്പോ ഞാൻ പടിയിലിരുന്ന് നീ. നിനക്ക് ഞാൻ മെത്ത എടുത്തിട്ട് തരാടാ. അവിടെ മെത്ത എടുത്തിട്ട് പുതപ്പ് എല്ലാം തന്നു തന്നെ അവിടെ ഞാൻ കിടത്താം. ഉറങ്ങാനാ പറഞ്ഞ നീ വണ്ടിയില്? ഉറങ്ങാനാണ് പറഞ്ഞത്. നല്ല സെറ്റ് ക്ലൈമറ്റ് രാവിലെ. ഞാൻ മിന്നൽ പോയ പൊക്ക് കണ്ടാടാ. കൊള്ളാടേ, കൊള്ളാം. എപ്പോഴും നോയിക്ക് തന്നെ സൗന്ദര്യം കുറയും. എപ്പോഴും നോയിക്ക് തന്നെ സൗന്ദര്യം കുറയും നിന്റെ. കൊള്ളാം. അങ്ങനെ നമ്മൾ മൈസൂർ എത്തി അൽഫോൺസ ചർച്ചിൽ വന്ന് നിൽക്കുകയാണ്. അതാണ്ടില്ലേ, ചർച്ചിൽ വന്ന് നമ്മളെ പാർട്ടീനെ ഇറക്കി അവർ സ്ഥലം കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്, പള്ളി. അത് കഴിഞ്ഞിട്ട് അവർക്ക് നമ്മൾ ലഞ്ച് കൊടുത്തിട്ട് നേരെ മൈസൂർ പാലസിൽ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എൻ്റെ ചെറുക്കനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ? വ്ളോഗിൽ ഇത്ര നേരമായിട്ട് ഇപ്പോഴല്ലേ കാണിച്ചത്. ചെറുക്കൻ വെയിലത്ത് കിടക്കണം. പെറ്റി ഇത് പെറ്റി കിട്ടിയല്ലേ ചിത്തു? നമുക്ക് എത്ര കിട്ടിയ?
രണ്ടായിരം. ഞാൻ ചോദിച്ചു സാറിൻ്റെ, സാറേ 2000-ന് വരെ ഇവനെ തന്നാൽ മതിയാണ്, വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മൾ വന്ന് കയറിയതും ഇവിടെ ഇട്ട് തന്നെ പറ്റി കിട്ടി. നമ്മൾ എടുത്തിട്ട് ടാക്സ് എടുത്തിട്ട് തന്നെ വന്നത്, പക്ഷെ എന്നാൽ പുഷ്പേ കാണാൻ നോക്കിയിട്ടുള്ള പറ്റി. ഇത് കണ്ടില്ല, ഇത് ഇപ്പം ചെയ്തതാണ് മുട്ട്. അപ്പോഴത്തേത് ഇതിൽ ഒരിതള് ഇളകിപ്പോയി, ഒരിതള് ഇളകിപ്പോയി. ഗായ്സ് ഇന്ന് 2ാമത്തെ ദിവസമാണ്. നമ്മൾ സ്റ്റേ എടുത്ത ഹോട്ടലും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. ഇന്ന് രാവിലെ നമ്മൾ കാണിക്കുന്നത്, എടാ ഇന്ന് എവിടെയൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്? ദീപു ആകെ കിറുക്ക് പിടിച്ചിരിക്കുന്നത്. ദീപിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം രാവിലെ തെറ്റി. പിന്നെ ഞാൻ നല്ല മാത്സിൽ നല്ല വിദഗ്ധനായതുകൊണ്ട് ഞാൻ രാവിലെ അതെല്ലാം ക്ലിയർ ചെയ്തെടുത്ത്. ഗായ്സ് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് വൃന്ദാവൻകാട്. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ സ്റ്റേ ചെയ്ത സ്ഥലമൊക്കെ പറഞ്ഞു കൊടുറേ. ഓക്കെ ഓക്കെ ഗായ്സ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ജിത്തുവിന് വയ്യ, ജിത്തുവിന് പനി, ജ്വരപ്പനി മേടിച്ച്. ജിത്തു സുഖമില്ലാതിരിക്കുകയാണ്. അപ്പം രാവിലെ ജിത്തുവിന് അവിടുത്തെ മാമൻ്റെ കടയിൽ നിന്ന് 2 ഉണ്ടംപൊരിയും ചായ മാച്ചു കൊടുത്തിട്ട് മരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ജിത്തു അപ്പോഴേ ഉണ്ട ഇടാനായിട്ട് ബാത്റൂമിൽ പോയി. ജിത്തു ഇവിടെ നോക്ക്, സുഖമുണ്ടാ? ജിത്തു പല്ല് വെളിയിൽ കാണിച്ച് നടന്ന് കിടന്ന് കണ്ണ് വിട്ട ആളുകൾ. അങ്ങനെ ജിത്തുന് പനി വന്ന് അല്ലേ ജിത്ത്? ഗായ്സ് ഇന്നലെ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇന്നലെ ദിവസം ഉറക്കത്തിൻ്റെ ക്ഷീണമായതുകൊണ്ട് ഞാൻ കിട്ടണ നേരമൊക്കെ കിടന്ന് ഉറങ്ങി ഗായ്സ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള നേരം എനിക്ക് കിട്ടില്ല, സോറി. അപ്പോൾ ഇവിടെയാണ് ഇന്ന് സ്റ്റേ. നല്ല അവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്, അതൊക്കെ കാണിച്ചു തരാം വൈകിട്ട് വരുമ്പോൾ. നമ്മൾ രാവിലെ സ്ഥലമൊക്കെ കാണിക്കാൻ കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ ദീപു നിന്ന് കിട്ടും നല്ല രീതിയിൽ. പിന്നെ ഇത് ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് പല അഭിപ്രായങ്ങൾ കൂടുതലായതുകൊണ്ടും ദീപു കുറേ കഷ്ടപ്പെട്ടാണ് ഈ ട്രിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ദീപു ഇന്നലത്തെ രാത്രിയുള്ള എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ നമ്മൾ ഇതൊക്കെ കണ്ട് പരിചയമായി തഴക്കവും പഴക്കവും ചെന്ന ഒരു പാക്കേജർ ആയതുകൊണ്ട് ഇതൊക്കെ ദീപു നിസ്സാരമായി ഹാൻഡിൽ ചെയ്തു. വേറെ ഒന്നുമില്ല, അവർ പറയണ ചീത്തവിളിയെല്ലാം കേട്ടോണ്ടൊക്കെ നിൽക്കുന്നത്, അത്രേ ഉള്ളൂ. ഡേയ് എൻ്റെ ചെറുക്കല് കാക്ക് കയറിയിട്ടേ, നീ കണ്ടില്ലേ ഇത്? ചട്ടിയെടുത്ത് തുറയിറങ്ങട്ട്, പട്ടി എടുത്താ അവിടെ. അപ്പം നമ്മളപ്പം നേരെ കാപ്പ് കുടിക്കാൻ പോട്ട്. അപ്പൊ ദീപു നേരെ ഫുഡ് കഴിക്കാൻ അല്ലേ? ഓക്കെ. അപ്പം ഗായ്സ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എന്തൊക്കെ ഉണ്ടായിരുന്നടാ മസാല ദോശ. ഞാൻ ഫുഡ് കാണിക്കില്ല, ഞാൻ ഫുഡ് വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവന് പ്രാന്ത് ഫുഡ് വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞ് പരാതിയാണ് ചിലർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡ് കാണിച്ചില്ല. എന്നാലും പറഞ്ഞുതരാം. മസാല ദോശ ഉണ്ടായിരുന്നു, വട്ടത്തിലുള്ള ദോശ ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡും ജാമും ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, കിഴങ്ങേറി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, പച്ചവെള്ളം ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പൊളിയായിരുന്നു. ജ്വരപ്പനി പിടിച്ചാൽ ജിത്തുവിന് നമുക്ക് മരുന്ന് കൊടുക്കാം. ജിത്തു മരുന്ന് എടുത്തിട്ട് കഴി, നീ കാപ്പ് പിടിച്ചല്ല. കാണാൻ പറ്റില്ലേ? കാണാൻ പറ്റും ഗൈസ്. അങ്ങനെ നമ്മൾ അൽഫോൺസ ചർച്ചിലാണ് വന്നിരിക്കുന്നത്, കാണിച്ചു തരാം. എന്താ ഗൈസ്, അൽഫോൺസ ചർച്ച്. ഇതിൻ്റെ അറ്റത്ത് തന്നെ നമ്മൾ ചെറുക്കനെ ഇട്ടിട്ടുണ്ട്. നമ്മളെ ചെറുക്കൻ ഇവിടെ കിടക്കണേ ഗൈസ്. അപ്പം നമ്മളെ ജിത്തുവിന് വയ്യ, ഞാൻ പറഞ്ഞില്ലേ ജിത്തു താൻ മരുന്ന് കഴിക്കുന്നത്. ജിത്തു 600-ന്റെ ഡോളയാണ് കഴിക്കുന്നത്. നിന്ന് കത്തോന്ന് ഇറങ്ങി ഇവിടെ അത് ഫുള്ള് കഴിക്കാം. എത്ര ബോഡി വെയിറ്റ് എത്ര ഉണ്ടാ? 25 അരയുടെയും പാതി കഴി. അപ്പോൾ ഗായ്സ് വണ്ടി എടുക്കട്ടെ. അപ്പോൾ ഗായ്സ് അപ്പം നമ്മൾ സൂലുള്ള പാർക്കിങ്ങിലാണ്, ഇങ്ങനെ താഴത്തെ പാർക്കിങ്ങിൽ. ഇവിടെ വന്നപ്പോൾ നമ്മളെ ചെറുക്കനെ ഒണ്ണസിനെ കണ്ട്. ഒണ്ണസിനെ നേരിട്ട് കാണാൻ ഭയങ്കര തലയെടുപ്പാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ കിടക്കുന്ന വണ്ടി, എല്ലാ വണ്ടിയും ഒന്നാണ്, പക്ഷെ ഒണ്ണസ് രാജാവാണ്. ഗായ്സ് ലിയോ ആണ് വന്നത് കേട്ടോ. ലിയോ ഞാൻ ടീപ്പിളെന്നാണ് ചോദിച്ചത്. എൻ്റെ രാജാവ് ഇതാ കിടക്കണം ഗായ്സ്, എൻ്റെ ചെറുക്കൻ. നമ്മളെ ജിത്തുവിന് വയ്യ ഗായ്സ്, ചെറിയൊരു വിഷമമുണ്ട് എനിക്കതിൽ. ആ ചെറുക്കന് 650 വാട്ട്സിൻ്റെ ഗുളിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അകത്ത് കിടക്കുന്നു. നോക്കാം. ഓ ഗായ്സ് ജിത്തു വയ്യാതെ കിടക്കാണ്. എവിടെയാടാ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്? അഗ് ചവിട്ടറാ ക്ലാസ്സിൻ്റെ മണ്ടയിൽ. എന്താ ഗായ്സ് ജിത്തു വയ്യാതിരിക്കുകയാണ്. എന്തിനാണ് നമുക്ക് കംപ്ലൈൻറ്റ്? എന്താണ് അത്? അതേതുണ്ട് രാവണപ്രഭുവാ? ഞാൻ ഇന്നലെ കണ്ടല്ലോടാ നമ്മള് രാവണപ്രഭുവിനെ. അഭിയണ്ണൊക്കെ കൈയെടുത്ത് കാണിച്ചിട്ട് പോയല്ലേ
ഗൈസ് വണ്ണസിനെ കണ്ടപ്പം ആണ് നമ്മളാ തിരുവനന്തപുരത്ത് വന്ന് വണ്ണസ് ഒരു കാര്യം നടത്തിയിട്ട് പോയത് ഓർമ്മ വന്നത്. അത് എന്തായിരിക്കുമെന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളാ വണ്ടിപ്രാന്തന്മാരായിട്ടുള്ള പയ്യന്മാർക്ക് അറിയാൻ പറ്റും. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറയാനാണ്. അപ്പം വണ്ണസ്, ജയഗുരു, നമ്മളാ കൊമ്പൻ, നമ്മളാ തിരുവനന്തപുരത്തായാലും നമ്മളാ പഞ്ചമി, നമ്മളെ സ്വന്തം, പിന്നെ അതേപോലെ അനുശ്രീ, നമ്മളെ SSPT ശ്രീ ശിവഭദ്ര, ആ വണ്ടിയൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നത്. അപ്പം ഞാനൊക്കെ നിക്കറിട്ട് നടക്കുന്ന പ്രായത്ത് വണ്ണസുണ്ട്, കൊമ്പനും ഉണ്ട്. ഞാനൊക്കെ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് വണ്ടിയൊന്നുമില്ല, അന്നേ ഉണ്ട്. അവരൊക്കെ അന്ത ലെവലിലുള്ള പ്രസ്ഥാനമാണ്. ഇന്നലെ വന്നവർ പെട്ടെന്ന് കയറി അങ്ങ് ആരാ അതും നമ്മളെ വില്ലനെയൊക്കെ അങ്ങ് തറയിലാക്കാന്ന് കരുതി. എന്ത് ചെയ്യേ, എല്ലാം മൂക്കും കുത്തി താഴെ വീട്. അതങ്ങനെ ഒരു കാര്യം. ഇപ്പോൾ വണ്ണസിനെ കണ്ടപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പം നമ്മളായാലും ഞാനും വണ്ടി വെച്ചങ്ങനെയാണ്. എനിക്കും 49 സീറ്റുണ്ട്. അതിലും നമ്മൾ ആവശ്യത്തിനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും പറയും, നമ്മൾ അങ്ങനെ ആരും വെല്ലുവിളിക്കാനായാലൊന്നും പോകില്ല. നമ്മളെ പാർട്ടിയിലുള്ളവർക്കും മറ്റുള്ള വണ്ടിയിൽ പാട്ടിടുമ്പോൾ അതേപോലെ ഓക്കലിട്ട് നിൽക്കണം, അവർക്കും കേട്ട് കളിക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് ആർക്കും അങ്ങനെ ഫൈറ്റ് അടിക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല. ഇതെന്തിനാണ് കൊണ്ട് നടക്കുന്നത്? ഇതിലൊന്ന് 10 പൈസ എടുത്ത് ജീവിക്കാൻ. അപ്പം നമ്മൾ ആ ലെവലിലേ നമ്മൾ കാണുള്ളൂ വണ്ടീനെ. അല്ലാതെ ഒന്ന് ഇവൻ കയറ്റും, അടുത്ത് അതിൻ്റെ ഇരട്ടിക്ക് മറ്റോ പാലയ തേങ്ങയൊക്കെ ഇതൊക്കെ കൊണ്ട് പടയം വെച്ച് കൊണ്ട് കയറ്റും, അടുത്ത് ഇതൊക്കെ എടുക്കുമോ ഈ മാലയൊക്കെ? അല്ലെങ്കിൽ വേട്ടെ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ പലിശ ചേർത്തിയായിരിക്കും ചെയ്യണത്. എന്തിനു വേണ്ടി? ജയിക്കാൻ വേണ്ടി. ജയിച്ചിട്ട് വല്ല സമ്പാദിക്കാൻ പറ്റുമോ? ഇല്ല. കയ്യിലുള്ളത് കൂടെ നഷ്ടപ്പെടും. നമ്മളൊക്കെ ജീവിക്കാനാണ് ഇതൊക്കെ കൊണ്ട് നടക്കുന്നത്. അപ്പം നമ്മളെ കണക്കേ ഉള്ളൂ. പിന്നെ പ്രസ്ഥാനങ്ങൾ വലിയ രീതിയിലുണ്ട്, ചെറിയ രീതിയിലുണ്ട്. വണ്ണസിനെ കണ്ടപ്പം അന്നത്തെ കാര്യം ഓർമ്മ വന്നു. ഇപ്പം നമ്മൾ സൂ കാണിച്ച് രണ്ടാമത് കാർ മ്യൂസിയം എന്ന് പറയുന്ന സ്ഥലത്താണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് മൈസൂർ വന്നിട്ട് ഈ സ്ഥലത്ത് പോണത്. ഇവനും ആദ്യമായിട്ടാണ് പോണത്. വലിയ റൂട്ടൊക്കെ അറിയാമെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ഞാൻ മാപ്പ് ഉള്ളത് കൊണ്ട് ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ പഴയ കാറ് മുതൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോടികൾ വിലമതിക്കുന്ന കാറ് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. അവിടെ പോകുമ്പോൾ കാണാനുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. നമ്മൾ വണ്ടിപ്രാന്തന്മാരായതുകൊണ്ടും പഴയ കാറുകൾ കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പഴയ കാറുകൾ അതിനുള്ള ഗിയർ മെത്തേഡൊക്കെ ഇവിടെയൊക്കെയാണ്. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണാനൊക്കെ ഇഷ്ടം. അപ്പം മറ്റൊരു അവിടെ നിന്ന് വില മതിക്കുന്ന ഒരു കാർ ജിത്തുവിന് വാങ്ങണം. അത് ജിത്തു ഓട്ടോ ബുക്ക് ചെയ്ത് തന്നെ മാറ്റി നമുക്ക് ഇവിടെ നിന്ന് ഒരു കാർ ബുക്ക് ചെയ്ത് കൊടുക്കണം. ഓട്ടോ അവിടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, വണ്ടി കയറ്റിട്ടോ. ഗൈസ്, ഇതാണ് കാർ മ്യൂസിയം. ഇവിടെ ഇതിനകത്താണ് വണ്ടികളൊക്കെ ഉള്ളത്. സംഭവം അവർ ചെയ്തേക്കുന്ന രീതി എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ. ടയറിൻ്റെ ഒരു മെത്തേഡിലാണ് ചെയ്തേക്കുന്നത്. നല്ല ആംബിയൻസ്, കറക്റ്റ് വണ്ടികൾ ആ ഒരു ഇത് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് ദീപു ബിരിയാണി പാഴ്സലാണ് വെച്ചോണ്ടോ. നമ്മളത് മുഴുവൻ കഴിച്ചില്ല, പെട്ടെന്ന് പോയാലേ നമുക്ക് കയറി കാണാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ വെളിയിലായിപ്പോൾ നമ്മൾ കുറച്ച് കഴിച്ചിട്ട് ഇനി നമ്മൾ വൃന്ദാവൻ കാട്ടിൽ പോയിട്ട് ബാക്കി വിശപ്പുണ്ടായി കഴിക്കും. പാവം ജിത്തുവിന് ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ല. വിഷമമുണ്ടോ ജിത്തു? വിഷമമുണ്ടോ ബിരിയാണി കഴിക്കാൻ പറ്റാത്തവര്? ഉണ്ടോ? എന്നാ പറഞ്ഞോ, നീ ഇവിടെ ഇരി, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ പോണ്. അങ്ങോട്ട് പോയി നമ്മളെ കാറുകളൊക്കെ കാണും. ദീപു നമ്മളെ നോക്കി ഇതിൻ്റെ എൻട്രൻസിൽ നിൽപ്പുണ്ട്. ദീപു ഇതിനകത്ത് ക്യാമറ കൊണ്ടുപോകണം, അതിന് പ്രശ്നം ഉണ്ടോടാ? ഓ, മിനി പപ്പിനി കയറി വന്നപ്പോൾ തന്നെ അതാ മിനി പപ്പിനി കിടക്കെ. പെയിൻറ്റിങ് ഒക്കെ അപാര പെയിൻറ്റിങ്. അയ്യോ, ഇതെന്തിനാണ് കാറ്? മിനി പപ്പിനി. ഇത് ഫുൾ വണ്ടികളാണ്. പഴയ റിക്ഷ മുതൽ എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ. വെയിൽ പുറത്ത് ഭയങ്കര വെയിൽ ഗൈസ്, ഭയങ്കര ചൂട്. മൈസൂർ തണുപ്പെന്ന് പറഞ്ഞിട്ട് നല്ല വെയിൽ. ഇത് പഴയ നമ്മളെ കുതിരവണ്ടി പോലത്തെ ടൈപ്പാണ്. ഇതൊക്കെ നല്ല പഴക്കമുള്ളതാണ്. ഓരോന്നായിട്ട് കാണിച്ചു തരാം.
നിങ്ങളും കണ്ടോ, അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കാണാം. ജിത്തു, നിന്റെ കല്യാണത്തിന് ഇതേപോലത്തെ ഒരു വണ്ടി ഇറക്കിയത്. ബാക്കിൽ നീ ഇരുന്നാൽ മതി. ഫ്രണ്ടിൽ 2 കുതിര വാടാക്കി എടുത്ത് സെറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യ രാത്രി ഇതിലാഘോഷം. ഞാൻ 2 സൈഡ് മറച്ചു. അതിൽ നടക്കുമെന്ന് തോന്നുന്നില്ല, ആശുപത്രി എത്തില്ല. ഇതൊക്കെ പഴയ ടൈപ്പ് വണ്ടികളാണ്. എനിക്ക് ഈ ടൈപ്പ് വണ്ടികളൊക്കെ കാണാനുണ്ട് എനിക്ക് ഇഷ്ടം. ഇതൊക്കെ റോഡിൽ പോലും കാണാൻ കിട്ടില്ല. മറ്റേ കൂടിയതൊക്കെ ആണെങ്കിൽ റോഡിൽ ചിലപ്പോൾ ഒക്കെ വല്ലപ്പോഴും ഒക്കെ കാണാൻ കിട്ടും. ജാഗുവാറും ബെൻസും ഔഡിയും ഓടി ഇതൊക്കെ നല്ല കഴി വൃത്തിയാക്കി ചെയ്യുന്നത്. നിന്റെ കിളി ആരല്ല, ഇതല്ല നിന്നെ പോലത്തെ പേങ്ങനല്ല. ഓരോ വണ്ടിക്കും അതിൻ്റെ വർഷം എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ വർഷം ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടി 1925 മോഡലാണ്. അന്ത കാലത്തുള്ള വണ്ടിയാണ്. ഇതൊരു ഹെവി സാധനം. കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. കമ്പൂർ വന്നിട്ട് 1924 മോഡലാണ്. ഈ വണ്ടി വന്നിട്ട് 1929 മോഡൽ. ഇതൊക്കെ അപ്പം ആ ഒരു ഇതൊക്കെ ഒരു 1920-30 കിടന്ന് സൂപ്പർ വണ്ടികളാണ്. ഇത് ഓടും, തള്ളി നോക്കണം, ഓടും. ഒപ്പോ ഇത് 31 മോഡൽ. ഇത് മിനിയാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ഞാനോ കാറായിരിക്കും. ഫ്രണ്ടില് കറക്കി അടിക്കണേ. വൺ സെറ്റപ്പ്. നീ എല്ലാം കണ്ടുപിടിച്ചല്ലേ കറക്കാനൊക്കെ. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. മറ്റേ ഇതിലെ കാറ് നമ്മളാ KGF എല്ലാ വർഷങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. അടിപൊളി. എടുത്തത് 1947. സൂപ്പർ കളർ. കേട്ടോ. ഇത് 1950. കാലം മുന്നോട്ട് പോകും തോറും ട്രെൻഡ് കൂടി വരുന്നുണ്ട്. അതിലൊന്നും അങ്ങ് അറ്റത്തൊന്നും നോക്കണേ. ഇവിടെ എത്തിയപ്പോൾ ട്രെൻഡ് കൂടി, ബ്ലൂ ആയി. ഇതേ അപ്പുറത്തല്ലേ നമ്മൾ അടിച്ചായിരിക്കും. എന്നാലും വണ്ടിയുടെ മോഡൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ട്രെൻഡുണ്ട്. ഗായ്സ്, എൻ്റെ പൊന്നാരെ, ഇത് എന്തിടെ സാധനം. നീളം നോക്കടേ. അംബാസഡർ കാറ് പോലെ ചെയ്യുന്നു, പക്ഷെ നീളം നോക്കും. ശേ, ഇത് നേരെ താഴോട്ടായല്ലേ. 1929 കഴിഞ്ഞിട്ടാ തന്നെ. എവിടാ ഇപ്പം കാണട്ടെ. ഏത് ഈ വണ്ടിയാ? ഇതല്ലേ? വാ ഗൈസ്, എനിക്ക് രക്ഷയില്ല. അത് സൂപ്പർ. നല്ല കിടിലൻ കോംബോ അല്ലേ. കളർ ക്രീം ബ്രൗൺ. ഗൈസ്, ഇത് പഴയ നമ്മളെ മണിയറിയുന്നത്. ഇതൊക്കെ രാജകുമാരൊക്കെ ഇതിനകത്തിരിക്കും. വടന്മാര്, നിന്നെ പോലത്തെ വടന്മാര് ഫ്രണ്ട് ചെയ്ത് ബാക്ക് ചെയ്ത് തൂക്കിട്ട് പോകും. നമ്മളൊക്കെ ഈ അതിനകത്ത് തലയിൽ നോക്കുമ്പോൾ രാജകുമാരിയെ കാണാം. ഗൈസ്, ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ബ്ലാക്ക്. പിന്നെ ഈ വണ്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ നിനക്കറിയാം? എഴുതിയിട്ടുണ്ടോ? മൈലേജ് എത്ര കിട്ടും? ഗൈസ്, ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. എന്ത് രാജകീയ പ്രൗഢിയല്ലേ വണ്ടിയെ കാണാൻ. ഞാന വന്ന് നിൽക്കുന്ന ഫീൽ. ഗൈസ്, ഇനി നമ്മൾ നേരെ ബൈക്ക് കളക്ഷനിലോട്ടാണ് പോകുന്നത്. ഇവിടെ AC ഉണ്ടായിട്ട് പോലും വേർക്കാണ്, ചൂടിൻ്റെ കാഠിന്യം. ഗൈസ്, പഴയ ജാവയാണിത്. പഴയ ജാവ. നമ്മളാ റോഡിൻ്റെ അരങ്ങ് വഹിച്ചുകൊണ്ടിരുന്ന RX 100. ഈ സൈക്കിള് ജിത്ത് പാല് വാങ്ങാൻ നമ്മുടെ സൈക്കിൾ. കില്ല വണ്ടികൾ ഒരുപാടുണ്ട്. അന്ന് നിന്നും രാജാവ്. ഇതൊക്കെ ഏത് മോഡലാണ്? ഇതൊക്കെ നമ്മുടെ ബജാജിൻ്റെ സ്കൂട്ടർ. റോയൽ എൻഫീൽഡ്. ഇതേതോ 2000. ഇതൊക്കെ പുതിയ മോഡൽ ഉണ്ട്. ചേതൊക്കെ ബജാജിൻ്റെ
അടുക്കി വെച്ചൊക്കെയാണ്. എടാ ജിത്ത്, ഇത് നിന്റെ അവർക്ക് വാങ്ങിച്ചോടാ ഇത് സ്കൂട്ടി? ചോദിച്ചോക്കാം, വില ചോദിക്കാം. രണ്ട് കാറുണ്ടായിരുന്നു, ഓട്ടം വയ്ക്കുകയാണ്. എവിടെ? അവിടെ അല്ലേ? രണ്ട് കാർ ഓട്ടം ഇത് കൊള്ളാമല്ലേ? ഇത് രണ്ടെണ്ണം ഓട്ടം ഇട്ടൊക്കെയാണ്. ഇതിപ്പിൻ്റെ വേറെ പാക്കേജിലുള്ള ഒരു ഷെഡൗൺ ഷിഫ്റ്റ് ഉണ്ട്, കംപ്ലൈൻറ്റ്. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പം രണ്ടെണ്ണം കസ്റ്റമർക്ക് വണ്ടി അങ്ങനത്തെയാന്ന് ചോദിച്ചു. പക്ഷേ ഇത് നമ്മളെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലുള്ള വണ്ടി പോലെയൊക്കെ ഇരിക്കുന്നു. കേട്ടോ, ഓ ഇത് പൊളി ഗായ്സ്. ചെറിയ വണ്ടി, ഒരാക്കിരുന്നല്ല 3 പേർക്ക് പോളിയാണ്. ഓ ഗായ്സ്, മിലിറ്ററിയിലെ ഒരു ഹെവി സാധനം എന്താ ഇവിടെ കിടക്കുകയാണ്. ട്രക്ക്, നല്ല പവർ സാധനങ്ങളൊക്കെ. ടയറൊക്കെ നോക്കി. രക്ഷയുള്ള സാധനങ്ങൾ. എനിക്കിതൊക്കെ എന്തൊക്കെയാണെന്നൊന്നും പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എല്ലാം നീ പറയണതന്നെ. ഇപ്പം പറയണമെന്ന് വിശ്വസിക്കല്ലേ, ഒരു മണ്ടനാണ്. ഓ ലോറി വന്നു. ഇവിടെ ലോറി നമുക്ക് അങ്ങോട്ട് പോവാം. ആ ലോറിയൊക്കെ നോക്കണം. ഓ ഹെവി, നമ്മളെ പഴയ ബജാജിൻ്റെ ചേതൊക്കെ വഹിക്കും. ഇതൊക്കെ പണ്ടത്തെ കോളേജ് പയ്യന്മാർ ചുള്ളന്മാർ കൊണ്ടു കിടന്നത്. നിന്റെ അച്ഛനൊക്കെ കൊണ്ടു കിടന്ന വണ്ടിയാണ് കണ്ട. നിന്റെ അച്ഛൻ കോളേജിൽ പോയിട്ടുണ്ട്. ഞാൻ നിന്നെ ഇതിലാണ് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എൻ്റെ മോനെ. ഗായ്സ്, പഴയ ലോറി, പഞ്ചാബി ലോറികൾ സെറ്റ് താനം. ടാറ്റ തന്നെയല്ലേ? ചെറിയ ടാറ്റ. 1973 മോഡല് ടാറ്റ. മറ്റേത് ഏത് കമ്പനിയെന്ന് അറിയില്ല. വോൾവോയുടെ ഗായ്സ്. ഇനിയാണ് ഹെവി സാധനങ്ങൾ കിടക്കുന്നത്. ഇത് ഇങ്ങനെ വണ്ടി തോന്നുന്നു കേട്ടോ. തന്നെ നീ ആ ഡോർ തുറന്നോട്ട് കയറട്ടെ. ട്രെൻഡ് മാറി ഈയിടെ. ഇത് കൊള്ളാല്ലേ? ഇവിടെ എല്ലാത്തിനും ഓയിലേക്ക് ഉണ്ട് കേട്ടോ. മിക്ക വണ്ടികൾക്ക് ഓയിലേക്ക് ഉണ്ട്. എൻ്റെ താഴെ കണ്ടാ മറ്റേ സാധനം വെച്ചേക്കണം. ഓട്ടിക്കണ വണ്ടി ആയിരിക്കും കേട്ടോ. ടാക്സി ഡൽഹി ടാക്സി. അല്ലേ നമ്മളെ കൊച്ചിങ് എനിക്കേടാ. ഏത് സിനിമ പറ. അറിയായിരുന്നല്ലേ? ഓ നീളം പൊളി. ബെൻസിടാ ബെൻസിൻ്റെ വണ്ടിയാണ്. ബെൻസിൻ്റെ ഓരോ കാലഘട്ടത്തിലുള്ള വണ്ടി. ബെൻസ് മാത്രമേ നോക്കാവൂ. ബെൻസിൻ്റെ നീ ഉണ്ടാ വയ അടച്ചുകൊണ്ട് വാടാ. വണ്ടികൾ കാണും. ഞാൻ വീട്ടിൽ ഇട്ട വണ്ടികളെ. അത് ഞാൻ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ പൊന്നു. ഇവിടെ ജാഗോറാ. ഇവിടെ ബെൻസിൻ്റെ ലൈറ്റ് വെച്ചിട്ട് ജാഗോറിൻ്റെ ചിഹ്നം വെച്ചത്. 2005 മോഡല്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ ജാഗോർ തുടങ്ങിയ 2015 ശേഷമുള്ള വണ്ടികളൊക്കെ അല്ലേ? കർണാടക രജിസ്ട്രേഷൻ വണ്ടി ജാഗോർ XJ6. ഇതവർ വിൽക്കൂല എന്നാ OLX കാണുന്നത്. ഇവിടെ ഇതേത് വണ്ടി ചിത്തു? അന്ന് സെറ്റപ്പാണ് ഫ്രണ്ട്. എൻ്റെ ഫോൺ നല്ല ക്ലാരിറ്റി ആയി പറഞ്ഞു. ഗൈസ്, ഇവിടെ ഒരുപാട് വണ്ടിയുണ്ട്. ഇവിടെ ഫുള്ള് കാണിച്ചു കഴിഞ്ഞാൽ ഇത് 1 മണിക്കൂറത്തെ നീണ്ട ഒരു സിനിമയായി പോകും. എന്നാലും നല്ല നല്ല വണ്ടികൾ നോക്കി കാണിച്ചു തരാം.
നല്ല നല്ല വണ്ടികൾ നോക്കി വീഡിയോ എടുക്കാൻ വേണ്ടി പറയണേ. ഇല്ല, നമുക്ക് അതെല്ലാം പുതിയ വണ്ടികളല്ല, നമുക്ക് പഴയ വണ്ടികൾ മാത്രം കാണിച്ചുള്ളൂ. ശരി, ഓക്കെ ഓക്കെ. പഴയ വണ്ടികൾ ഏകദേശം കാണിച്ചു. ഗൈസ്, നമ്മളെ ഷാജി പാപ്പൻ്റെ വണ്ടി അവർ റെൻറ്റിന് വാങ്ങിച്ച് ഇവിടെ പെയിൻ്റ് അടിച്ച് ഇവിടെ വെച്ചൊക്കെയാണ്. ഇവിടെ ഇരിക്കും മിസ്റ്റർ ബീൻ്റെ വണ്ടിയാണ് ഇവിടെ എത്തിയത്. ദീപു, മിസ്റ്റർ ബീൻ്റെ വണ്ടി എനിക്ക് കാണണം. എവിടെ? ഇവിടെ JCB കിടക്കണ്ട. ഇതിൻ്റെ പൊന്ന് ഇത് കൊള്ളാമല്ലേ? ശേ, ഇതല്ല വേറെ ടൈപ്പാണ്. സീറ്റൊക്കെ നോക്കട്ടെ. മാരുതി സുസുക്കി 800. ചെള്ളേതാ മാരുതി കടന്നു വന്നു. മാരുതി എത്തി. അതൊക്കെ ഇപ്പോൾ ടാക്സി ആയിട്ടാണ് കിടക്കുന്നത്. ഇല്ല ഇത് മറ്റേ പെടുക്കും. ആൾക്കാരാണ്. JCB. ഓ ഗായ്സ്, പഴയ JCB ഒക്കെ ഇങ്ങനെയാണ് തുടങ്ങി വന്നത്. ഇപ്പോഴാണ് സെറ്റപ്പ് ആയത്. സെറ്റ് കേട്ടോ JCB. ഗായ്സ്, അങ്ങനെ കാറുകളെല്ലാം കണ്ട് വന്ന് നമ്മളെ ടൊയാറ്റ കടന്നു വന്നിരിക്കുന്നത് 2001 കർണാടക രജിസ്ട്രേഷൻ വണ്ടി. ഹുണ്ടായി. ഇതെല്ലാം പുതിയ ട്രെൻഡ് വണ്ടികൾ. കോളിസ് കിടക്കണ്ട. കോളിസ് ഗായ്സ്, ടൊയാറ്റയുടെ കോളിസ്. അപ്പം കാണാനേ ഇല്ല, വിൽക്കാൻ പോലും ഇല്ല വണ്ടികൾ. ഒരു കിടിലമാണ്. അത് കിടില 2004 വരെ ഇറക്കിയിട്ടുള്ളൂ. 2005 ശേഷം ഇന്നോവ വന്നതോടെ ആവശ്യം പോയി. അപ്പോൾ ഗായ്സ്, കാറ് കാര്യങ്ങളെല്ലാം കാണിച്ച് ഫുൾ സെറ്റ്. അത് ഞാൻ നേരത്തെ പറയുമായിരുന്നു. അത് അവർ നല്ല കിടില ആംബിയൻസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, എല്ലാം കണ്ട് പഴയ കാറുകൾ കാണാനെന്ന് ആഗ്രഹം, അതെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മളെ പുതിയ ലാസ്റ്റ് ഇറങ്ങിയ ടൊയോറ്റ കോളിസ് വരെ എത്തി. എൻ്റെ താഴോട്ടില്ലേ 2003 ആ റേഞ്ച് വണ്ടികൾ വരെ ഇവിടെ ഉള്ളൂ. ഗായ്സ്, അങ്ങനെ നമ്മൾ വൃന്ദാവനിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് വൃന്ദാവൻ്റെ ഗ്രൗണ്ട് ഫുള്ള് കാലിയാണ്. ഒരു വണ്ടികളില്ല, എല്ലാം കേരള വണ്ടികൾ മാത്രമാണ് ഏകദേശവും. അപ്പോൾ ഗായ്സ്, സൺ ബോഡിയും പ്രകാശ് ബോഡിയും ഇതിലേത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? സൺ ബോഡിയും പ്രകാശ് ബോഡിയും അങ്ങനെ ഒരുമിച്ച് ചേർത്തിട്ടൊക്കെയാണ്. ഏത് കൊള്ളാം? പ്രകാശ് കൊള്ളാമോ സൺ ബോഡി കൊള്ളാമോ? സൺ ബോഡി നമ്മളെ കേരളത്തിൽ കിട്ടുന്നതാണ്. എങ്ങനെയുണ്ട്? കമൻറ്റ് ചെയ്യണം കേട്ടാ. നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം, അവരോരോ അഭിപ്രായം ഒന്ന് കമൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മളെ ദ്വീപ് നമുക്ക് നാരങ്ങവെള്ളം വാങ്ങിച്ചു തരാൻ കൊണ്ടുവന്നൊക്കെയാണ്. മസാലയാണ്, സ്പെഷ്യലാണ് മസാല. നീ കുടിക്കണ്ട, എനിക്ക് മസാല. വിളിക്കല്ലേ, എൻ്റെ ബ്ലോഗ് നല്ല ആൾക്കാർ മാത്രം കാണുന്നതാണ്, നിന്നെപ്പോലെ തലവരാതികളില്ല ഗായ്സ്. അപ്പോൾ നമ്മൾ മസാല സോഡ നാരങ്ങയാണ് കുടിക്കുന്നത്. ജിത്തുവിനും മസാല ഉപ്പിട്ട സോഡ നാരങ്ങ, എനിക്ക് പഞ്ചസാര ഇട്ടത്, ഇവന് മസാലയൊന്നും ചേർക്കാത്ത. എല്ലാം ഇടണം, എല്ലാം വരി ഇടും. ഇന്ന് ഇവിടെ കിടന്ന് ഓടണം. അണ്ണാ ഇഷ്ടമുള്ള എല്ലാം ഇട്ട് കളയിട്ടാ. ജിത്തുവിന് പനി ആയതുകൊണ്ട് കുടിക്കും. ഇതിന് തണുപ്പുള്ള വേണോ? നാരങ്ങ നോക്കണം, അടി കയറിയിരിക്കുന്നത് സൂപ്പറല്ലേ ഗായ്സ്. നമ്മൾ നാരങ്ങ വെള്ളം അടിക്കട്ടെ ഗായ്സ്. അപ്പോൾ അങ്ങനെ നമുക്കുള്ള തണുത്ത സോഡ വന്ന് നമ്മൾ അവിടെ ഉള്ള പോലത്തെ അല്ല, ഇതിവിടെ ഗോലി സോഡയാണ്. ഗോലി സോഡ ഗോലി പിടിക്കുന്നതാണ്. ഒന്നിൽ ഉപ്പ് മാത്രം തന്നെ പറയും. അല്ല, നീ മസാല ഫ്രൈ ചെയ്തോ, എങ്ങനെയുണ്ട് നോക്കാൻ. കുടിയിടാം, നീ ആദ്യം കുടി, എന്നിട്ട് ഞാൻ കുടിക്കും. മസാല എല്ലാം ഇടും. അതാ ഇടാ, എല്ലാം ഇടാ. അതിനൊക്കെയാണ് ഞാൻ ചെയ്ത കൂടുതൽ ഇടാ വൈടാ. മാറി ഇന്നോട് അണ്ണാ, ജീവിതമാർഗം. അണ്ണാ, നിങ്ങൾ യൂട്യൂബിൽ വന്നു കേട്ടോ, വൈറലാണെങ്കിൽ. ഗായ്സ്, നമ്മളെ കാർട്ടൽ വന്ന് ചെന്താങ്കാടിൻ്റെ പാർക്കിലോട്ട് കയറണോ വേണ്ടേന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്.
സ്ഥലമുണ്ട്. കാർട്ടല്. പിന്നെ ഇന്ന് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഉദയനൂരുണ്ട്, സൈക്കിളുണ്ട്, കുറേ വണ്ടികളുണ്ട്. നമുക്ക് അറിയാവുന്ന വണ്ടികളാണ്. പിന്നെ ജീസസ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങ് അപ്പുറത്ത് കിടക്കും. ഞാൻ കാണിച്ചു തരാം. റെഡ് കളർ വണ്ടി. ഗായ്സ്, ഇന്നത്തെ ദിവസം ഞാൻ വന്ന സമയത്ത് ഒരു വണ്ടിയില്ലായിരുന്നു. ഇന്ന് ഇഷ്ടം പോലെ വണ്ടികളായി. റെഡ് ബി ഇതൊക്കെ എനിക്ക് ഈ ഐനിക്കൽ എനിക്കറിയാനുള്ള വണ്ടിയാണ്. എല്ലാം എന്നാ 34 സീറ്റിൻ്റെ ഡ്രൈവർ എനിക്കറിയാം. ഇത് നമ്മളവിടെയുള്ള ഉദയനൂർ. പിന്നെ ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ എന്താ നമ്മളെ ഉണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. ഗൈസ്, ജീസസിൻ്റെ ഈ വണ്ടി ഞാൻ കാണണമെന്ന് പ്രതീക്ഷിച്ചതാണ് കേട്ടോ. ഈ എ സി ആണ് വണ്ടി. അത് ഫിക്സ്ഡ് ഗ്ലാസ് അല്ല, സൈഡ് നമ്മൾ തുറക്കാൻ പറ്റുന്ന ഗ്ലാസിൻ്റെ വണ്ടി. ഇവരെ ഒരു പ്രത്യേകത ഒരു പച്ച പോലത്തെ ഒരു കളർ നൈസ് സർവീസ് ഉണ്ടല്ലോ. നൈസ് സർവീസ് പോലത്തെ ഡിസ്പ്ലേക്ക് സ്വിച്ച് ഉണ്ട്. ഗായ്സ്, നല്ല ഉഗ്രം ബ്ലോക്ക്. നമ്മളെ വൃന്ദാവൻ ഗാർഡനിൽ പാർക്കിങ്ങിന് വെളിയിൽ ഇറങ്ങാനുള്ള ബ്ലോക്കാണ്. എത്ര നേരം കൊണ്ട് ഈ ബ്ലോക്കിൽ നിൽക്കണമെന്ന് അറിയാമോ? അവിടെ ഒരു ചെറിയൊരു വണ്ടി പാസ്സാവാനുള്ള, ഒരു ബസ് ഒരു നേരം പാസ്സാവാനുള്ള എൻട്രൻസേ ഉള്ളൂ. അപ്പോൾ അത് ഈ വണ്ടിയും അപ്പുറത്തെ പാർക്കിംഗ് ഉണ്ട്. അവിടുത്തെ കാറുകളും എല്ലാം കൂടെ ആ ജംഗ്ഷനിൽ വന്ന് ഒരുമിച്ച് ചേർന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ നിന്നുള്ള വണ്ടികൾ അങ്ങോട്ട് അനങ്ങാതെ ഇങ്ങനെ ഇവിടെ കല്ല് കണക്ക് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ നേരമായി പെട്ടിരിക്കുന്നു. അതാ വണ്ടി അനങ്ങണ കുറച്ച് ഇതാ ഇവിടെ സൈഡ് പറയാൻ വേണ്ടി നിൽക്കുകയാണ്. ബാക്കിൽ എല്ലാം വണ്ടിയുണ്ട്. ഫുൾ തിരക്ക്. ഗായ്സ്, ഇതാണ് കാറുകളെ പാർക്കിംഗ്. ഇവിടെ എല്ലാം ഫുള്ളാണ് കാറ്. ഗായ്സ്, അങ്ങനെ നമ്മൾ R2 ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നൊക്കെയാണ്. വൃന്ദാവൻ ഗാർഡൻ കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഒരു ഞണ്ടിനെ കണ്ട് യാദർശികമായിട്ട് കണ്ടതാണ്. കാണിച്ചു തരാം. കായൽ ഞണ്ട് ജീവനുള്ളതാണ്. അറ്റാക്ക് ചെയ്യാൻ കണക്കിന് നിൽക്കുകയാണ്. ഒന്നും ചെയ്യണ്ട. ഇത് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് സേഫായിട്ട് അങ്ങോട്ട് എവിടെയെങ്കിലും മാറ്റിയാൽ ഇത് വണ്ടി കയറാതെ ചാവും. വണ്ടി കയറാതെ രക്ഷപ്പെടും, അല്ലെങ്കിൽ വണ്ടി കയറിച്ചാവും. അപ്പോൾ ഗായ്സ്, ഇന്ന് 3ാമത്തെ ദിവസം രാവിലെയാണ്. നമ്മൾ നേരെ ബാംഗ്ലൂർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ബാംഗ്ലൂരിൽ നിന്നാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് രാവിലെ എടുത്ത് ഓടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 50 കിലോമീറ്ററിനകത്ത് ഓടി. ബാംഗ്ലൂർ ബൈപ്പാസാണ്. നമ്മളെ മൈസൂരിൽ നിന്ന് 145 കിലോമീറ്ററാണ്. നല്ല കിടില റൂട്ടാണ്. അതിനനുസരിച്ച് ടോളും ഉണ്ട്. രാവിലെ നമ്മൾ പാർട്ടിയൊക്കെ നമ്മളെ വിളിച്ച് എഴുതിപ്പിച്ച് പാക്കേജുകാരനും കിളിയും ഡ്രൈവറും എല്ലാം ഒരുമിച്ച് ഉറക്കം. അവന് രാവിലെ 5 മണി വരെ കിടന്ന് ഉറങ്ങിയത് പോരാ, ബാക്കി കിടന്ന് ഉറങ്ങിയാണ്. കാറൊക്കെ പൊത്തടിച്ച് പോകും. നമ്മൾ നേരെ ബാംഗ്ലൂർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ബാംഗ്ലൂർ എത്തിയിട്ട് വരാം. ഫുൾ കിടിലം ബൈപ്പാസാണ്. നമ്മളാ ദ്വീപ് നമുക്ക് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടൊക്കെ രാവിലെ ഇട്ട് എന്ന് വൈബാക്കി എന്നെ നിർത്തിയിരിക്കുന്നുണ്ട്. ഉഷാറായിട്ടിരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പുറത്തോടെ പോകണം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ നേരെ ബാംഗ്ലൂർ എത്തിയിട്ട് വരാം. അങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ ലാൽ ബാഗിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളെ പ്രകാശ് ആ സൈഡിലാണ്. അങ്ങോട്ട് പോകണം പറ്റുമെങ്കിൽ. പോവാലാണ്. അപ്പോൾ നമ്മൾ പോകുന്നു. അകത്തോട്ട് കയറുന്നു. എല്ലാവരും നമ്മളെ മാടി വിളിക്കുകയാണ്. നമ്മൾ വരും. അവൻ ടിക്കറ്റ് എടുക്കും. നമ്മൾ പയ്യൻ ടിക്കറ്റ് എടുക്കും. നമ്മൾ പോകുന്നു. അത് നടന്നു വാ. നമ്മൾ പോകണം. അപ്പോൾ ഇത് നമ്മളെ ലാൽ ബാഗാണ് ഗാർഡൻ. നമ്മളിവിടെ പാർക്ക് ചെയ്യുന്നു. നമ്മളെ കസ്റ്റമർ പോയി ഉല്ലസിച്ചിട്ട് വരുന്നു. നമ്മൾ കിടന്നുറങ്ങുന്നു. ഇവിടെ മടിവാള വന്നിട്ട് നമ്മളെ ഗവൺമെൻറ് ഓഫീസ് കാണിക്കാതെ പോകണം. ഇങ്ങനെ മടിവാളയാണ് ഗവൺമെൻറ് ഓഫീസ്. തോന്നിട്ടില്ല കേട്ടോ. രാവിലെ വന്നപ്പോഴും തോന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ സമയത്തും തോന്നുന്നു. നമ്മളിപ്പോൾ മൈസ്റ്റിക്കിൽ വന്നിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ്. ദീപ് നമുക്ക് ചായയൊക്കെ വാങ്ങിച്ചത്. അപ്പം ജിത്തുവിന് മുട്ട വേണമെന്ന് പറഞ്ഞ് ജിത്തുവിന് ഞാൻ മുട്ട വാങ്ങി കൊടുക്കുക. മുട്ട വാങ്ങിത്തരാം. കേബിൻ ഞാൻ മണക്കാൻ വേണ്ടി സ്റ്റോപ്പറിയിൽ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ മണമേ അവിടെ വരാവും. ഓക്കെ, മുട്ട വാങ്ങിച്ചു തരാം. നമ്മൾ മുട്ട വാങ്ങിയാണ് ഗൈസ്. മുട്ട പറ, എത്രയാണ് ഒരെണ്ണം പറ. മുട്ട ഇപ്പൊ ജിത്തുവിന് നമ്മൾ മുട്ട വാങ്ങണം. ആദ്യം ജിത്തു കഴിക്കും, എന്നിട്ട് നമ്മൾ കഴിക്കും. നമ്മളങ്ങനെ മുട്ട വാങ്ങിയിട്ടുണ്ട്. ചേട്ടൻ്റെ മുട്ട നമ്മൾ കഴിക്കണം. എന്ത് നിനക്ക് വേണ്ടി?
മുട പറഞ്ഞിട്ട് നിനക്ക് മുട്ട വേണമല്ലേ പടാ നിനക്ക് തരൂല ഞാൻ തിന്നു ഗൈസ് ഞാൻ ഒറ്റയ്ക്ക് മുട്ട ഞാൻ പോകുന്നു പടാ പടാ മുട്ട ഇല്ല നിനക്ക് വണ്ടി പഠിച്ചു പിടിക്കും നോക്കും എനിക്കില്ല ഇടാ നീയൊക്കെ എല്ലാം കൂടെ കൈ വിട്ടു എനിക്കില്ല എടുത്താടാ ഗൈസ് വീണ്ടും മുട്ട വാങ്ങിച്ചു നേരത്തെ ഞാൻ കഴിച്ചാൽ കാണിച്ചില്ല മസാല സൂപ്പിലുണ്ടോ സൂപ്പുള്ളതാണ് ഇവിടെ നേരത്തെ ഇഷ്ടപ്പെട്ടു ഒരു സ്കോറും ഇവിടെ മാറ്റി കഴിയുന്നു നമ്മൾ മീനും കൂടെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചത് 100 ഗ്രാം മീന് 60 രൂപ പൊരിച്ച് തരും 100 ഗ്രാം മീന് ജിത്തുവിന് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ജിത്തു എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് ഇവനും കൂടെ വാങ്ങിച്ചു കൊടുക്കാം നമ്മളെ മീൻ കടയുടെ ഫ്രണ്ടിൽ തന്നെ നല്ല ബാറ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മളതൊന്നും കഴിക്കാറില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കും 60 രൂപ 100 ഗ്രാം 60 രൂപ കുറച്ച് സാധനം ഓണം കൂടെ വേണം 60 രൂപ ചെറിയൊരു കായൽ മീനിൻ്റെ ചെവയുണ്ട് നല്ല പോവാം ഇത് നമ്മളെ കേരളത്തിൽ നമുക്ക് ചിക്കൻ വാങ്ങുമ്പോൾ അവർ ഇതാണ് നീ കഴിച്ചത് ഇവിടെ ചിക്കൻ വാങ്ങുമ്പോൾ വെറുതെ കളയണതാണ് ഇവിടെ ഇത് 40 രൂപ പറഞ്ഞാൽ കൈ നമ്മൾ എപ്പോഴും വെറൈറ്റി ട്രൈ ചെയ്യണം എന്നാലേ ജില്ലയില്ല മുറുക്കിനും പോലെ ഈ കോഴിയെ ബാത്റൂമിൽ പോയപ്പോൾ ചെരുപ്പിട്ടോണ്ട് നടന്നതന്നെ ഡൗട്ടുണ്ടായി പാക്കേജുകാരന്മാരായ ഇങ്ങനെ ആയിരിക്കണം ഗൈസ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല ഏകദേശം നമ്മളെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് നമ്മളെ ഹോട്ടൽ വന്നിട്ട് പച്ച കളറിൽ കാണുന്ന അവിടെയാണ് കണ്ട അവിടെയാണ് നമ്മളെ ഹോട്ടൽ അപ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് കൊണ്ട് പാർക്ക് ചെയ്ത് നടന്നു പോകാൻ മടിച്ചിട്ട് വണ്ടി കിടന്ന് ഉറങ്ങി അപ്പം സ്നേഹമുള്ള നമ്മുടെ പാക്കേജറുകാരൻ ദീപു നമുക്ക് കഴിക്കാനായിട്ട് ഷവർമയും ജ്യൂസും വാങ്ങിച്ചുകൊണ്ടുവന്നു പാക്കേജുകാരന്മാരായ ഇതേപോലെ ഇരിക്കണം ഇതേപോലെ ഇവൻ്റെ നമ്മുടെ ദീപുവിൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ വി സോപ്റ്റൻ പറഞ്ഞ പ്രസ്ഥാനം നമിച്ചിരിക്കുന്നു ഓക്കെ എവിടെയാടാ എനിക്കുള്ള ഷവർമ ഉണ്ടാ അത് പറ്റിച്ചതാ അത് ഗായ്സ് ഓ ഗായ്സ് ഷവർമ ഗായ്സ് അങ്ങനെ നമ്മളാ ദീപു നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ഷവർമയും ജ്യൂസൊക്കെ കുടിച്ച് ഗായ്സ് നമ്മൾ വണ്ടി കൊണ്ട് ഇട്ടിട്ട് ഏകദേശം 1 മണിക്കൂറായി ഇവിടുത്തെ ബ്ലോക്കിലൊരു അന്തിയില്ലേ നിനക്ക് എന്താണ് ഇവിടെ ബാംഗ്ലൂരിലുള്ള ബ്ലോക്കിനെ പറ്റി പറയാനുള്ളത് ബാംഗ്ലൂരിലുള്ള ഇവിടെ വേണ്ടി കുഴപ്പം ബ്ലോക്ക് പിന്നെ നമുക്ക് ഉരുട്ടി കൊണ്ടുപോയി ഈ ഓട്ടോക്കാരന്മാരും ബൈക്കുകാരന്മാരും ആ മെയിൻ ഇവിടെ മറ്റേ ഈ ലൂബർ ഓടണവന്മാരാണ് ഭയങ്കര പ്രശ്നം ഒരു നീക്ക് പോക്കില്ല സൈഡിലൊക്കെ എന്ന് പറഞ്ഞതാ ഈ ഗ്യാപ്പിനൊക്കെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നത് 2 സൈഡും അല്പം ഒന്ന് ശ്രദ്ധ മാറിക്ക് തന്നെ തേച്ചോണ്ട് പോകും ഊബറുകാരന്മാരാണ് ഏറ്റവും വിഷയം ബൈക്കുകാരന്മാർ പിന്നെ അവന്മാരും ഓട്ടോക്കാരന്മാർ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയും ഊബറുകാരന്മാരാണ് പ്രശ്നം ജിത്തു ഇന്ന് കുറച്ച് പേരെ ചീത്ത വിളിച്ച് അവർക്ക് ഭാഷ അറിഞ്ഞൂടാത്തതുകൊണ്ട് അവർ ചിരിച്ചുകൊണ്ട് പോയി ഇത് അങ്ങോട്ട് പോകുമ്പോൾ അയാളെ പറഞ്ഞെങ്കിൽ തായിലും മായിലും കൂയിലും എല്ലാം വിളിക്കും ബാക്കി അണ്ണ നോക്കിക്കൊള്ളാടാ അണ്ണ നോക്കിക്കൊള്ളാം കണ്ടില്ലേ ഫുള്ള് ബ്ലോക്ക് ഇവിടെ ഒരു അറുതിയില്ല ഇതിന് എൻ്റെ പൊന്നോ എന്തിനാ ഇത്
അങ്ങനെ നമ്മൾ ഫൈനലി ഇന്ന് അവസാനത്തെ ദിവസം നമ്മൾ ആലപ്പുഴ എത്തി. നൈറ്റ് ഇരുന്ന് ഫുള്ള് ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് ഓട്ടിച്ച് എൻ്റെ ഇടവും വലവും ഇരിക്കുന്ന 2 വാലന്മാക്രികളും കിടന്ന് സുഖമായി ഉറങ്ങി. വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. നിന്റെ കിളിയെന്നെ ഉറക്കിയില്ല. എന്താ അവൻ തന്നെ എന്തോന്നു ഇതവൻ അവനെ ഉറക്കിയില്ല. അവനെ തല കൊണ്ടിട്ട് ഉറച്ചു ഉറക്കിയില്ല. എവിടെ ഉരച്ചത്? ഞാൻ നോക്കിയപ്പോ രാത്രി 2 മണിയായപ്പോ കോട്ട് ചാടുകയല്ലേ ഒഴിച്ച് രാത്രി ഇതിനെ സഹിക്കുന്നേ. എടേ ഇതിനെയൊക്കെ ഞാൻ എടുത്തോക്ക് ഞാൻ പറഞ്ഞ സത്യമായിട്ട് ഞാൻ പറഞ്ഞ ഉള്ള കാര്യം ഇതൊക്കെ കേൾക്കണം. കറക്റ്റ് ഒരു 10:30-11 മണിയായി കഴിഞ്ഞാൽ ഇത് പിന്നെ ശവമാണ്. പിന്നെ രാവിലെ 5:30 ആകുമ്പോൾ തലക്കിലോ തൂണും കൊടുത്തോട്ടാണ് പോലെ തല. എനിക്ക് പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഹൈ റേഞ്ച് കയറുകയാണെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ ചത്ത് കിടക്കട്ടെ എന്ന് വിചാരിക്കും. ഇടയ്ക്ക് എന്തിണ്ടാ ഇങ്ങനെ നീ കള്ളം പറയാം? എന്തിണ്ടാ ഇങ്ങനെ കള്ളം പറയണം? രാവിലെ ഇങ്ങനെ അറ്റം വരെ ഉറങ്ങി. അവിടെ നിന്ന് കാപ്പ് കുടിച്ചോട്ട് ഇങ്ങനെ അറ്റം വരെ ഉറങ്ങി. ഗൈസ് പാക്കേജ് ചെയ്യാനും പയ്യൻ കള്ളം പറയില്ല. സത്യസന്ധനാണ് അവനാണ് കണ്ട പറയണ ഇവൻ കാണിക്കുന്ന ഇവൻ വണ്ടിക്കകത്തിരുന്ന് കാണിക്കുന്ന ഓരോ പോക്കിരത്തനങ്ങൾ ഇവൻ ഞാൻ ക്ലിയറായിട്ട് കൊണ്ട് കിടക്കണം. എന്തിനടാ നിനക്ക് ഞാൻ 60 രൂപ വെച്ച് തരണത്? ഉറങ്ങാനാടാ? പെട്ടല്ലേ ഉറങ്ങാനാ? ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ട്, കിളിയിലെ ജോലി സൈഡ് പറയുക. രാത്രി എനിക്ക് ഉറക്കത്തിൻ്റെ അത് തട്ടുന്ന സമയത്ത് ഞാൻ മുട്ടായി കഴിക്കും, അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ആ നേരത്ത് വേണമെങ്കിൽ ചേട്ടാ എനിക്ക് പണ്ടൊരു ലൈൻ ഉണ്ടായിരുന്നു, അതിങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും നമുക്ക് വർത്താനം പറഞ്ഞ് കയറി അങ്ങനെ എന്തെങ്കിലും ചെയ്തുവിടേ. ഇത് ആ നേരത്ത് ഈ വലിച്ച് കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ ചേട്ടാ എൻ്റെ അവിടെ വീട്ടിനടുത്ത് ഞാൻ ഒരു സംഭവം ചെയ്ത് ഞാൻ എല്ലാം ഒരു 10-15 എണ്ണത്തിന് ഞാൻ ഒരുമിച്ച് അടിച്ച് കൂട്ടി വല്ല തള്ളൊക്കെ തള്ളിയാലും മതി, കേട്ടോണ്ടിരിക്കും, ഉറക്ക ക്ഷീണം മാറുമല്ല. ഇത് ചളുവ കഴിപ്പിച്ച് കിടന്നുറങ്ങും. ഇറക്കി വിടും 2 ഓട്ടം കൂടെ കഴിയുമ്പോൾ ഇറക്കി വിടും, ഇടിയും കൊടുത്ത് ഇറക്കി വിടും. അപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴയാണ്. നിങ്ങൾ കേട്ട് നിങ്ങൾക്കും ചെളുവടിയായിട്ട് ആലപ്പുഴ നമുക്ക് ബോട്ടുകൾ കാണാം. നമ്മളെ പാർട്ടി 2 നല്ല ബോട്ടിലാണ് പോയത്, ഭയങ്കര ഹെവിയാണ്. അപ്പം ഇവിടെ കിടക്കുന്ന ബോട്ടുകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ കിടക്കുന്ന ബോട്ടുകളൊക്കെ ഇതൊക്കെയാണ്. 2 നില ബോട്ട് ഇവിടെ ഇല്ലേ നേരത്തെ വന്ന് ഇത് 2 നിലയല്ലേ? അപ്പോൾ നമ്മളെ പാർട്ടി ഇതേപോലത്തെ ബോട്ടിലാണ് പോയത്, വേറെ മോഡല്. സെറ്റപ്പ് കേട്ടോ. നമ്മളെ നീ എന്നാലും ചോറ് വാങ്ങിച്ചു തരാൻ കൊണ്ടുപോയില്ലല്ലോ. അതിനകത്ത് മറ്റേ കരിമീനൊക്കെ കിട്ടും, നമുക്ക് നീ വാങ്ങിച്ചെന്നില്ലല്ലോ ഗൈസ്. എന്നാലും നമ്മൾ ചെറുക്കൻ നമുക്ക് മത്തി വെച്ച് ചോറ് വാങ്ങിച്ചത്. മത്തി എനിക്ക് 2 എണ്ണം വാങ്ങിച്ചത്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റി വെയിലടിച്ചായിരിക്കും പറ്റിയത്. വെള്ളമൊന്നുമില്ല, പക്ഷേ കായലിൽ വെള്ളമുണ്ട്. ബോട്ടുകളൊക്കെ നിരത്തി അടുക്കി ഇട്ടിട്ടുണ്ട്. ഇന്ന് ഇവർ ബോട്ടിങ് കഴിഞ്ഞ് വന്ന ഉടനെ വീട്ടിൽ കൊണ്ടാക്കുന്നു. ഞാനും വീട്ടിൽ പോകുന്നു, പൈസ വാങ്ങിച്ചിട്ട് വീട്ടിൽ. അപ്പോൾ ഗൈസ് കിടന്ന് ഉറങ്ങുന്നുണ്ട് കുറച്ച് നേരം.